പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഒരു ദിനം യേശു നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനം ഫിലിപ്പി ലേഖനത്തിലെ 3:12. അവിടെ വചനം പറയാണ്, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ബോധ്യത്തിൽ ആഴപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ എത്രമാത്രം തകർച്ചകൾ ഉണ്ടായാലും, എത്രമാത്രം ദുരന്തങ്ങളിലൂടെ അവൻ കടന്നുപോയാലും, ഈ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും അവനെ ഭരിച്ചുകൊണ്ടിരിക്കും. കാരണം ഞാൻ യേശുവിൻ്റേതാണ്. ചിലപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ ഒരു ഗിൽറ്റ് ഫീലിങ്ങോ അല്ലെങ്കിൽ നമുക്കൊരു വി ഫീൽ എ കൈൻഡ് ഓഫ് വാക്വം, അതിൻ്റെയൊക്കെ ഒരു കാരണം പലപ്പോഴും എനിക്ക് ആരും ഇല്ല അച്ഛാ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതല്ലേ. യേശു മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ, യേശു അംഗീകരിച്ച ഒരു വ്യക്തിയാണ് ഞാനെന്ന് തിരിച്ചറിവുണ്ടായാൽ പിന്നെ എന്നെ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് അല്ലേ? നമുക്കതൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. യേശു എന്നെ അറിയാം, യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് മനുഷ്യന്മാരുടെ സ്നേഹം വേണ്ട. അതായത് നമ്മൾ ധിക്കാരപൂർവ്വം പെരുമാറുന്നതെന്നല്ല, യേശുവിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയാത്തതാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുറകെ, ലോകത്തിൻ്റെ അവരുടെ പ്രോത്സാഹനത്തിൻ്റെ ഒക്കെ പുറകെ പോകുന്നപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ ഈശോയുടെ സ്നേഹം വേണ്ട വിധത്തിൽ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ എന്ന് ഗൗരവമായ വിധത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈശോയുടെ സ്നേഹം തിരിച്ചറിയാൻ, യേശുവിൻ്റെ സ്വന്തമാണ് ഞാനെന്ന ബോധ്യത്തിലേക്ക് ആഴപ്പെടാൻ എന്നെ സഹായിക്കണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, എപ്പോഴും എന്നേക്കും. ആമേൻ.